വായിക്കണം. എന്താണ് നീ വായിക്കേണ്ടത്? എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, പുതുവായനയുടെ പുതുവാതിലുകൾ തുറക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ വായനയുടെ ആലസ്യത്തിന്റെ നടുവിലൂടെയുള്ള വായനയുടെ നടുവിൽ എന്തൊക്കെയാണ് വായിക്കേണ്ടതെന്നറിയാതെ ഇന്ന് വായനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അധപ്പതനത്തിന്റെ അധമഭാവ തലങ്ങളിലോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ പഴയ കാലങ്ങളിൽ വീടിന്റെ മുറ്റത്തുള്ള കസേരയിൽ ചാരിയിരുന്ന് വായിക്കുന്ന അക്ഷരങ്ങൾ അച്ചടിച്ച പേപ്പറുകളാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ ഇന്ന് ഈ ബുക്കുകൾ നമുക്ക് വായിക്കാൻ കഴിയുകയാണ്. സൈബർ ലോകത്തിന്റെ വിദൂരമായ സാധ്യതകൾ ലോകത്തിന് മുമ്പിൽ വായനയുടെ തുറങ്ങൾ കൊടുക്കുകയാണ്. ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ പോയി ക്ലിക്ക് ചെയ്താൽ ലോകത്തിന്റെ അനേകായിരം ലൈബ്രറിയുടെ പുസ്തകങ്ങൾ തുറക്കപ്പെടുന്ന അത് സ്ത്രീലമാണോ അസ്ത്രീലമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ പൊന്നുമോള് കിടന്നുറങ്ങുന്ന റൂമിന്റെ മറുഭാഗത്തിന്റെ ചുമരിന്റെ ഭാഗത്തിരുന്ന് എവിടേക്കാണ് ഇന്റർനെറ്റിന്റെ മൗസ് ക്ലിക്ക് ചെയ്യുന്നതെന്നറിയാതെ, ഏത് വായനയിലേക്കാണ് അവള് കടന്നു പോകുന്നതെന്നറിയാതെ, എന്താണ് അവള് വായിക്കുന്നതെന്നറിയാതെ മറുഭാഗത്ത് കിടന്നുറങ്ങുമ്പോ രക്ഷിതാക്കളെ, ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച വേഗതയുടെ നടുവിൽ അറിയേണ്ടതുണ്ട് നാം എന്താണ് നാം വായിക്കേണ്ടത്. നമ്മുടെ മക്കൾ എന്താണ് വായിക്കേണ്ടത്? നമ്മുടെ തലമുറ എന്ത് വായിച്ചിട്ടാണ് പഠിച്ചു വരേണ്ടത്? ഒരു വലിയ ചിന്തയിലോട്ട് കടന്നു പോകാത്തടത്തോളം കാലം ഇന്ന് ലോകം വായിക്കുന്നത് ശ്ലീലമാണോ അശ്ലീലമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആറ്റിങ്ങൽ നഗരത്തിലെ 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ ബാഗ് പരിശോധിക്കുമ്പോ അതിൽ നിന്ന് കിട്ടുന്നത് വായിക്കുന്ന കെമിസ്ട്രിയുടെ പുസ്തകമല്ല, ബയോളജിയുടെ പുസ്തകമല്ല, മാത്തമാറ്റിക്സിന്റെ സൂത്രവാക്യങ്ങളല്ല, 70ഓളം നീല പുസ്തകങ്ങളാണ് പിടിക്കപ്പെടുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പുസ്തകത്തിന്റെ ഉള്ളിൽ നീല പുസ്തകങ്ങൾ കടന്നുകൂടുന്ന കാലം എറണാകുളം ജില്ലയിലെ 7ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ പുസ്തക സഞ്ചിക്കുള്ളിൽ വാട്ടർ ബോട്ടിലിന്റെ ഉള്ളിൽ കുടിക്കാനുള്ള വെള്ളമല്ല, അവന് കുടിക്കാനുള്ള ബിയറാണ് കരുതി കൊണ്ടുപോകുന്നത്. 11ാമത്തെ വയസ്സിൽ മദ്യപിക്കാൻ തുടങ്ങുന്ന കേരളത്തിന്റെ കൗമാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് പറയാൻ കഴിയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ വായിക്കുന്നത് നല്ലതാണെന്ന്, അവർ വായിക്കുന്നത് ശ്ലീലമാണെന്ന്, അവർ വായിക്കുന്നത് ധർമ്മമാണെന്ന്, അവർ വായിക്കുന്നത് നന്മയാണെന്ന്? വായനയുടെ ലോകങ്ങൾ തുറന്നു കൊടുക്കുമ്പോ ഹാരി പോട്ടറിന്റെ സാങ്കല്പിക കഥകളല്ല, ജെ റൗളിങ്ങിന്റെ ലേഖനങ്ങളല്ല, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ ആ വായന എന്തായിരിക്കണമെന്നറിയുമോ? ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ. വായിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് സാക്ഷരതയുടെ മുദ്രാവാക്യവുമായി കടന്നു വന്ന അള്ളാഹുവിന്റെ ഖുർആനിനെ നിങ്ങൾ വായിക്കണേ. അതെങ്ങനെയാണ് വായിക്കേണ്ടത്? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ സൃഷ്ടിച്ച നിന്റെ അള്ളാഹുടെ നാമത്തിൽ വായിക്കണം. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നാമത്തിലല്ലാതെയുള്ള വായന അത് വ്യർത്ഥമാണ്. അത് ലോകത്ത് ധാർമ്മികതയുടെ വഴി തുറന്നു തരികയില്ല. അള്ളാഹുവാണ് പറയുന്നത്, വായിക്കുമ്പോൾ റബ്ബിന്റെ നാമത്തിൽ വായിക്കണേ. അള്ളാഹിന്റെ നാമം പറഞ്ഞു വായിക്കാൻ കഴിയാത്ത വായന, ആ വായന അധാർമികതയുടെ വായനയാണെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു പറഞ്ഞു വായിക്കേണ്ടത് ഏതാ? ഖുർആൻ വായിക്കണം. എങ്ങനെ വായിക്കണം? അള്ളാഹു വെറുതെ അല്ലല്ലോ പറഞ്ഞ ഇഖ്റഅ ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കണം എന്നല്ലേ ആദ്യത്തെ ആയത്തിറങ്ങിയത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞ എന്താ? ഏത് റബ്ബിന്റെ നാമത്തിൽ? അല്ലദീ ഖലഖ, നിന്നെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നാമത്തിൽ നീ വായിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു വായനയിലൂടെ, ഒരു പുസ്തകം എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ ആ വായനയിലൂടെ നിന്റെ സിട്ടാവിനെ കണ്ടെത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ആ വായന പ്രയോജനമില്ലാത്ത വായനയാണ്. ഏത് വായിച്ചാലും ആ വായനയുടെ ഇടയിലൂടെ നിന്റെ അള്ളാഹുവിനെ കണ്ടെത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ആ വായന, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നീ രണ്ടാമത് ഒന്നുകൂടി വായിക്കേണ്ടി വരും. ആവർത്തിച്ച് വായിക്കണം. എവിടെ? വായന ഭൂമിയിൽ മാത്രമല്ല പരലോകത്തും വായനയുണ്ട്. ആ വായന എന്താന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് അള്ളാഹുവെ നാളെ പരലോകത്ത് തന്നെ നിർത്തി നീ വല്ലാതെ വായിപ്പിക്കല്ലേ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, നീ അള്ളാഹുവിന്റെ നാമത്തിൽ, നിന്നെ സൃഷ്ടിച്ച അള്ളാഹുടെ നാമത്തിൽ വായിക്ക്. എന്തു വായിച്ചാലും അള്ളാഹിനെ കണ്ടെത്തണം. അള്ളാഹിനെ കണ്ടെത്താൻ വായിക്കണമെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ടതെല്ലാം വായിക്കണം. കാരണം